ഓക്കെ, അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ വരയ്ക്കാം. ഞാൻ കുറച്ചൊന്ന് ലെവൽ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്യുവാണ്. നമ്മൾ ഇതുവരെ ചെയ്തത് ഓൾമോസ്റ്റ് എല്ലാം കാന്റിലിവർ, ഒരു സിംപ്ലി സപ്പോർട്ടഡ് കേസ് മാത്രമേ ചെയ്തുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ചെയ്തത് കാന്റിലിവർ ആണ്. കാന്റിലിവർ ആണ് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. കാന്റിലിവറിന്റെ എല്ലാ പോസിബിലിറ്റിയും നമ്മൾ നോക്കി. സിംപ്ലി സപ്പോർട്ടഡ് നമ്മൾ ഒരെണ്ണേ നോക്കിയുള്ളൂ. ഓവർ ഹാങ്ങിങ്ങും നമ്മൾ നോക്കാനുണ്ട്, സിംപ്ലി സപ്പോർട്ടഡ് ഇനി നോക്കാനുണ്ട്. അപ്പൊ ഞാൻ സിംപ്ലി സപ്പോർട്ടഡ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് നാച്ചുറലി അത് കുറച്ച് കോംപ്ലക്സ്, ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു അല്ലേ. നാച്ചുറലി അത് കുറച്ച് കോംപ്ലക്സ് ആവും. നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ ചോയ്സ്, പഠിക്കണോ വേണ്ടോ എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വരച്ചു, എ ബി. ഓക്കെ, ഞാൻ സെന്റർ പോയിന്റ് ജസ്റ്റ് മാർക്ക് ചെയ്യും, അല്ലെങ്കിൽ സെന്റർ പോയിന്റ് ഞാൻ വേണ്ട, ഡിഫ്ലക്ഷൻ അറ്റ് സെന്റർ എനിക്ക് വേണം. ഡിഫ്ലക്ഷൻ അറ്റ് സെന്റർ, ഡിഫ്ലക്ഷൻ അറ്റ് സെന്റർ എനിക്ക് വേണം. ഇ ഐ കോൺസ്റ്റന്റ് ആണ്, ഇ ഐ കോൺസ്റ്റന്റ് ആണ്. ഞാൻ ഇവിടെ ഒരു മൊമെന്റ് എം ഇസ് ഈക്വൽ ടു 5 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു മൊമെന്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നു. സ്പാന് ഞാൻ 3 മീറ്റർ കൊടുക്കുന്നു. ഓക്കെ, എയിൽ ഞാനൊരു മൊമെന്റ് കൊടുക്കുന്നു, സ്പാൻ ഞാൻ 3 മീറ്റർ കൊടുക്കുന്നു. അപ്പൊ ഇതാണ് എൻ്റെ സിറ്റുവേഷൻ. എനിക്ക് ഇവിടെ എനിക്ക് ഡിഫ്ലക്ഷൻ അറ്റ് സെന്റർ വേണം. ഡിഫ്ലക്ഷൻ അറ്റ് സെന്റർ, സ്ട്രെങ്ത് ഭയങ്കര കുറവാണല്ലോ. സാധാരണ ഈ സമയം കൊണ്ട് ഫുള്ളാവേണ്ടതാണ്. ഓക്കെ, എനിക്ക് ഡിഫ്ലക്ഷൻ അറ്റ് സെന്റർ വേണം. ഞാൻ സെന്ററിനെ ഞാൻ തൽക്കാലം ഞാൻ സി എന്ന് വിളിക്കാം. ഓക്കെ, ഡിഫ്ലക്ഷൻ അറ്റ് സി, സെന്റർ പോയിന്റ് സി എനിക്ക് വേണം. ഞാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇവിടെ വരയ്ക്കാം. എൻ ബൈ ഇ ഐ ഡയഗ്രാം. ഓക്കെ, 49. ഞാൻ ഈ തൊട്ട് മീറ്റ് എൻട്രി ക്ലോസ് ചെയ്താലോ? ഇടയ്ക്കിടയ്ക്ക് മിനിമൈസ് ചെയ്യണമെങ്കിൽ ഓക്കെ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സിനാരിയോ, എനിക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. എ ബി എന്ന് പറയുന്ന ബീം 3 മീറ്റർ ആണ് സ്പാന്. എനിക്ക് ആ ബീമിന്റെ സെന്റർ പോയിന്റിലുള്ള, അതായത് 1.5 മീറ്ററിലുള്ള സെന്റർ പോയിന്റിൽ ഞാൻ സി എന്ന് വിളിക്കുന്നു. സെന്റർ പോയിന്റിലുള്ള ഡിഫ്ലക്ഷൻ എനിക്ക് വേണം. ഞാൻ വൈ സി എന്നിവിടെ മാർക്ക് ചെയ്യുന്നു. ഇ ഐ കോൺസ്റ്റന്റ് ആണ്. എൻ്റെ ഗിവൺ ലോഡിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എ എന്ന് പറയുന്ന ഹിഞ്ച് സപ്പോർട്ടിന്റെ അവിടെ ഒരു എം എന്ന് പറയുന്ന ഒരു 5 കിലോ ന്യൂട്ടൺ മീറ്ററിന്റെ ക്ലോക്ക് വൈസ് മൊമെന്റ് എനിക്ക് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ്. ഓക്കെ, അപ്പോൾ എനിക്ക് റിയാക്ഷൻസ് എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുമ്പോഴത്തേക്കും ആർ എ ആർ ബി എത്രയാണെന്ന് ഫസ്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, ഞാൻ ആദ്യം ഇലാസ്റ്റിക് കർവിന്റെ പാറ്റേൺ പ്രിഡിക്റ്റ് ചെയ്യുവാണ്. അപ്പൊ ഇലാസ്റ്റിക് കർവ് എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊമെന്റിന്റെ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മൊമെന്റ് ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ഞാൻ ക്ലോക്ക് വൈസ് ഒരു റൊട്ടേഷൻ കൊടുക്കാൻ നോക്കിയാൽ ഞാൻ മുകളിലോട്ട് ഇതിനെ മടക്കാൻ നോക്കുക, മുകളിലോട്ട് ഇതിനെ ബെൻഡ് ചെയ്യാൻ നോക്കുന്ന ഒരു ആക്ഷൻ ആണ് ഈ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നാച്ചുറലി എന്റെ ഇലാസ്റ്റിക് കർവ് എന്ന് പറയുന്നത് ഒരു സാഗിങ് പ്രൊഫൈൽ ആയിരിക്കും. സാഗിങ് പ്രൊഫൈലിന്റെ ഒരു ഇലാസ്റ്റിക് കർവ് ഞാൻ വരയ്ക്കും. ഇലാസ്റ്റിക് കർവ് സാഗിങ് ആണ്. അപ്പൊ എനിക്ക് പോസിറ്റീവ്, ഓക്കെ, സാഗിങ്, പോസിറ്റീവ് സാഗിങ്. ഈ പടമൊന്നും എക്സാമിന് വരച്ചു വെക്കരുത്. ഓക്കെ, അപ്പൊ എനിക്ക് ഇലാസ്റ്റിക് കർവ് കിട്ടി, സാഗിങ് ആണെന്ന് കിട്ടി. എനിക്ക് സി എന്ന് പറയുന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻ ആണ് എനിക്ക് വേണ്ടത്.
അപ്പോൾ എനിക്ക് ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിന്റെ ഐഡിയ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളതാണ് സിംപ്ലി സപ്പോർട്ടഡിന്റെ കേസിൽ വരുമ്പോൾ ഉള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ്. അതായത് കാന്റിലിവറിൽ നിങ്ങൾക്ക് ചുമ്മാ ഏതെങ്കിലുമൊക്കെ 2 പോയിന്റ് എടുത്ത് ടാൻജന്റ് വരച്ചാൽ തന്നെ ഈസിലി നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഇങ്ങനെ 2 ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാവും. നമ്മൾ സിംപ്ലി സപ്പോർട്ടഡിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് സെന്റർ ലോഡിങ്ങിന്റെ കേസാണ്. സെന്റർ ലോഡിങ്ങിന്റെ കേസിൽ നമുക്ക് ഇലാസ്റ്റിക് കർവ് ആ ലോഡിന്റെ താഴെ ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെ വരും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ബാക്കി കേസുകളിൽ നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉള്ളിടത്ത് മിനിമം ഷിയർ ഫോഴ്സ് വരും എന്നുള്ളതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മിനിമം ഷിയർ ഫോഴ്സ് ഉള്ള സ്ഥലം തന്നെയാണ് ഇലാസ്റ്റിക് കർവ് ഹൊറിസോണ്ടൽ ആകുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചില കേസുകളിൽ അങ്ങനെ ആവും, ചില കേസുകളിൽ അങ്ങനെ ആവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് സി എന്ന് പറയുന്ന പോയിന്റിൽ എനിക്കൊരു ഹൊറിസോണ്ടൽ ടാൻജന്റ് ആണ് ഇലാസ്റ്റിക് കർവിൽ ഞാൻ വരയ്ക്കാൻ നോക്കിയാൽ സി എന്ന് പറയുന്ന പോയിന്റിൽ എനിക്കൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ടാൻജന്റ് ആണ് വരയ്ക്കാൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഞാനിവിടെ എങ്ങനെ ഇത് സോൾവ് ചെയ്യും എന്നുള്ളത് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടോ? ഞാനിത് എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ? ഓക്കെ, അത് തൽക്കാലം ഇവിടെ നോട്ടെ. RARB ഒന്ന് കണ്ടുപിടിക്കാവോ? RARB കണ്ടുപിടിക്കാവോ? ഞാൻ വെർട്ടിക്കൽ ഇക്വിലിബ്രിയം എടുത്താൽ സിഗ്മ FI is equal to 0, RA plus RB is equal to 0. ഇനി സിഗ്മ MA എടുത്തു കഴിഞ്ഞാൽ MA അവിടെ ഒരു 5 കിലോ ന്യൂട്ടന്റെ ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ട്. ഇവിടെ നിന്ന് RB എന്നുള്ള റിയാക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ 5 മൈനസ് RB ഇൻറ്റു 3 ഈക്വൽ ടു 0. RB ഇസ് ഈക്വൽ ടു 5/3 കിലോ ന്യൂട്ടൺ. RA ഇസ് ഈക്വൽ ടു അപ്പം മൈനസ് 5/3 കിലോ ന്യൂട്ടൺ. RA ഇസ് ഈക്വൽ ടു മൈനസ് 5/3. RB ഇസ് ഈക്വൽ ടു പ്ലസ് 5/3. ഇത് തന്നെയാണോ കിട്ടുന്നത് എന്ന് ഉറപ്പുവരുത്തുക. മൊമെന്റ് വരുമ്പോൾ ചിലപ്പോൾ നാച്ചുറലി നമ്മൾ റിയാക്ഷൻ എടുക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്താനുള്ള സാധ്യതയുണ്ട്, വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. സൂക്ഷിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റിയാക്ഷൻ തെറ്റും. റിയാക്ഷൻ തെറ്റിയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾ അവിടെ നിന്ന് തെറ്റായിട്ടുള്ള വാല്യൂ വെച്ചിട്ടാണ് നിങ്ങൾ ആ പ്രോബ്ലം ഫുള്ള് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ നിങ്ങളുടെ സീരിയസ് എക്സാം പേപ്പറിൽ കുറച്ച് പേർക്കൊക്കെ റിയാക്ഷൻസ് തെറ്റിയിട്ടുണ്ട്. റിയാക്ഷൻസ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ തെറ്റ് വാല്യൂ വെച്ചിട്ട് നിങ്ങൾ മെമ്പർ ഫോഴ്സസ് കണ്ടുപിടിച്ചാൽ ഡെഫിനറ്റ്ലി അതെല്ലാം തെറ്റായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 20 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 20 മാർക്ക് ഇല്ല, നിങ്ങൾക്ക് മാർക്ക് ഒരു പകുതി മാർക്കേ ആ ക്വസ്റ്റ്യന് തരാൻ പറ്റുള്ളൂ. നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്താലും കറക്റ്റ് ഫുൾ സ്റ്റെപ്പ് ചെയ്താലും നിങ്ങളുടെ റിയാക്ഷൻ തെറ്റിയിട്ട് ആ തെറ്റ് വാല്യൂ വെച്ചിട്ട് നിങ്ങൾ ബാക്കി ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതി മാർക്ക് കൂടുതൽ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ റിയാക്ഷൻസ് എപ്പോഴും കണ്ടുപിടിക്കുന്ന സിറ്റുവേഷനിൽ 1-2 പ്രാവശ്യമെങ്കിലും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക റിയാക്ഷൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത് ശരിയാണോ എന്നുള്ളത്. റിയാക്ഷൻസ് കണ്ടുപിടിച്ചാൽ ശരിയായില്ലെങ്കിൽ പിന്നെ പാതി മാർക്കിൽ കൂടുതൽ ആ ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ ഫുള്ള് ചെയ്താലും പാതി മാർക്കിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട. മാർക്ക് കുറഞ്ഞ് റീവാലുവേഷനൊക്കെ പോയാലും എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു എക്സ്റ്റേണൽ പറയും നിങ്ങളുടെ റിയാക്ഷൻ തെറ്റാണ്, ഈ പാതി മാർക്ക് പോലും തരാൻ പാടില്ലായിരുന്നു എന്ന് പറയും. അങ്ങനെ പറയത്തുള്ളൂ ഒരു ഫാക്കൽറ്റി. ചിലര് ഇത്തിരി മനസാക്ഷിയൊക്കെ ഉണ്ടെങ്കിൽ പാതി മാർക്ക് തന്ന് കുറച്ചും കൂടെ ചിലപ്പം ഡിപ്പെൻസ് ആണ്, കറക്റ്റ് ചെയ്യുന്ന ആളുടെ പെർസ്പെക്റ്റീവ് ആണ്. അതുകൊണ്ട് റിയാക്ഷൻസ് ഒരിക്കലും തെറ്റാതിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും 2 പ്രാവശ്യമെങ്കിലും റിയാക്ഷൻസ് ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഇലാസ്റ്റിക് കർവ് വരച്ചു. ഇലാസ്റ്റിക് കർവ് വരച്ചിട്ട് ഞാൻ ഇനി നിങ്ങൾക്ക് 2 മണിക്ക് ഏത് അവറാ? 2 മണിക്ക് DCS. രാവിലെ DCS ഉണ്ടായിരുന്നോ? ഡബിൾ അവർ രാവിലെ 1 അവർ 10:15. അപ്പൊ ഞാൻ ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഞാൻ താഴോട്ട് വരയ്ക്കാം. ഞാൻ ടാൻജന്റ് കുറച്ച് വലുതായി പോയി, അത് ഇത് മായ്ക്കാൻ പറ്റുന്നില്ല. ഒരു സമയം കഴിഞ്ഞാൽ മായ്ക്കാൻ പറ്റുന്നില്ല.
ഓക്കെ, ഞാനിവിടെ ബെൻഡിങ് ഡയഗ്രം ഇതിന്റെ താഴെ വരച്ചോളാം, ഇത് നിങ്ങൾ നോക്കണ്ട. ഞാൻ ഇവിടെ നിന്ന് ഒരു ടാൻജന്റ് എ വരച്ചു. ഓക്കെ, ഒരു ടാൻജന്റ് എ വരച്ചു. ടാൻജന്റ് ബിയും ഞാൻ ഇവിടെ നിന്ന് വരച്ചു. ടാൻജന്റ് ബിയും ഞാൻ ഇവിടെ നിന്ന് വരച്ചു. ഓക്കെ, രണ്ട് ടാൻജന്റ് എ, ടാൻജന്റ് ബി. ഓക്കെ, അപ്പോൾ എനിക്കിത് എങ്ങനെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഇപ്പൊ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടോ? എനിക്ക് സിയിൽ അവിടെ ഒരു ടാൻജന്റ് വരച്ചാൽ അത് ഒരു കാരണവശാലും അത് ഹൊറിസോണ്ടൽ ആയിരിക്കില്ല. ഞാൻ സിയിൽ അവിടെ ഒരു ടാൻജന്റ് വരച്ചാൽ ആർക്കെങ്കിലും ഒരു ഐഡിയ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ രണ്ട് ടാൻജന്റ് ഇപ്പൊ ചുമ്മാ എളുപ്പം ആദ്യം വരയ്ക്കാൻ പറ്റുന്ന രണ്ട് ടാൻജന്റ് ആണ്, ടാൻജന്റ് എ, ടാൻജന്റ് ബി എന്ന് പറയുന്നത്. ടാൻജന്റ് എയും ടാൻജന്റ് ബിയും ഞാൻ വരച്ചു. ഞാൻ സിയിൽ അവിടെ എനിക്ക് ഹൊറിസോണ്ടൽ ടാൻജന്റ് വരച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് സിയിൽ അവിടെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുകയും വേണം. അപ്പോൾ ഞാനിത് എങ്ങനെ വരയ്ക്കും? ഓക്കെ, അപ്പൊ ഞാൻ തൽക്കാലം അങ്ങനെ നോട്ടെ. ഞാനിവിടെ ഈ ടാൻജന്റ് ബിയോ ടാൻജന്റ് എയോ ഞാൻ എടുക്കാം. തൽക്കാലം ഞാൻ ഈ ടാൻജന്റ് ബി എടുക്കുവാണ്. ഈ ടാൻജന്റ് ബി എടുത്തിട്ട് ഈ ഒരു വെർട്ടിക്കൽ ലൈൻ ആണല്ലോ എൻ്റെ ടി എ ബി എന്ന് പറയുന്ന സാധനം. ഈ ഒരു വെർട്ടിക്കൽ ലൈൻ ആണ് എൻ്റെ ടി എ ബി. ഈ ഒരു വെർട്ടിക്കൽ ലൈൻ ആണ് എൻ്റെ ടി ബി എ. ഓക്കെ, ഞാൻ ടി എയും ടി ബിയും ടി ബി എയും വരച്ചു. ഞാൻ ഈ ഒരു ട്രയാങ്കിളിനെ ഞാൻ ഇവിടെ ഒന്ന് മാറ്റി വരയ്ക്കുക. ഓക്കെ, ഈ ഒരു ട്രയാങ്കിളിനെ ഞാൻ ഇങ്ങനെ മാറ്റി വരയ്ക്കുക. ഒരു ട്രയാങ്കിളെ ഞാൻ ക്രിയേറ്റ് ചെയ്യുക. ഈ ടാൻജന്റ് ഇവിടെ പോയി മീറ്റ് ചെയ്യുന്ന ഇത് ബി, ഇത് എ, ഇത് നമ്മുടെ ടാൻജന്റിന്റെ ലൈൻ ടി, ടാൻജന്റ് ബി എന്ന് പറയുന്ന ലൈൻ. ഓക്കെ, അപ്പൊ ഇതാണ് എൻ്റെ ടി എ ബി. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈറ്റ്. ഓക്കെ, ഞാൻ ഇപ്പൊ ഈ പറയുന്ന കോൺസെപ്റ്റ് ശ്രദ്ധിച്ച് വെക്കണേ. ഞാൻ ഇപ്പൊ ഈ പറയുന്ന കോൺസെപ്റ്റ് ശ്രദ്ധിച്ച് വെക്കുക. കാരണം സിംപ്ലി സപ്പോർട്ടഡ് വന്നാൽ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചാൽ മാത്രമേ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. കാന്റിലിവർ പോലെ എളുപ്പമായിട്ട് സിംപ്ലി സപ്പോർട്ടഡ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ടി എ ബി എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്റ്റൻസ് എനിക്കുണ്ട്. ഞാൻ ഈ ഒരു പോയിന്റിന് ഞാൻ തൽക്കാലം ഒരു ഡി എന്ന് കൊടുത്തു. ഈ ഒരു പോയിന്റ്, ഇതൊരു ഇമാജിനറി ട്രയാങ്കിൾ ആണ്. ഈ ഹൈപ്പോടെന്യൂസ് എന്ന് പറയുന്നത് എന്റെ ടാൻജന്റ് ബി ആണ്. എന്റെ എ ബി എന്ന് പറയുന്നത് എന്റെ സ്പാൻ ആണ്, വിച്ച് ഇസ് 3 മീറ്റർ. എ ഡി എന്ന് പറയുന്നത് എന്റെ ടി എ ബി ആണ്. ഈ ടി എ ബി ആണ് എന്റെ എ ഡി എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, അപ്പോ സി എന്ന് പറയുന്ന പോയിന്റ് ഇതിന്റെ കൃത്യം നടുക്കാണ് വരുന്നത്. സി എന്ന് പറയുന്ന പോയിന്റ് എ ബി എന്ന് പറയുന്ന സ്പാനിന്റെ നടുക്കാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്താൽ, ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ സിയിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, സിയിൽ നിന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ ആ ട്രയാങ്കിൾ തന്നെ ഇവിടെ നിന്ന് ഈ ഫിഗറിൽ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഒരു പെർപെൻഡിക്കുലർ സിയിൽ നിന്ന് ഈ ട്രയാങ്കിളിലോട്ട് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു. ഇത് ഈ ടാൻജന്റിന്റെ ഇന്റർസെക്ഷൻ പോയിന്റിൽ തന്നെ വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് എന്റെ ഫിഗർ വരച്ചപ്പോൾ അത് അങ്ങനെ ആയിപ്പോയി, അത് നടുക്ക് വന്നു. അത് നടുക്ക് തന്നെ മീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഈ രണ്ട് ടാൻജന്റും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ തന്നെ സിയിൽ നിന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ വരണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ എന്റെ ഡിഫ്ലക്ഷൻ അറ്റ് സി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത്രയേ ഉള്ളൂ എന്റെ ഡിഫ്ലക്ഷൻ അറ്റ് സി. അപ്പൊ ഞാൻ ഈ സി എന്ന് പറയുന്ന പോയിന്റിന്റെ കൂടെ ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഫിക്സ് ചെയ്തു. ഓക്കെ, ഇലാസ്റ്റിക് കർവ് ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ. ഓക്കെ, അപ്പൊ ഞാൻ സി എന്ന് ഇവിടെ ഒരു പോയിന്റ് ഞാൻ ഫിക്സ് ചെയ്തു. ഞാൻ പോയിന്റിനെ ഓക്കെ ഇ എന്ന് റെപ്രസെന്റ് ചെയ്തു. ഈ ഒരു പോയിന്റിന് ഞാൻ എഫ് എന്ന് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, എഫ് എന്ന് റെപ്രസെന്റ് ചെയ്തു. അപ്പോൾ എനിക്ക്
ഇവിടെ നിന്ന് എനിക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇനി ആർക്കെങ്കിലും സി ഇ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ ഡിഫൈൻ ചെയ്തു. ഞാൻ ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. സി ഇ ആണ് എന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ട്രയാങ്കിൾ പ്രകാരം സി ഇ ആണ് എന്റെ ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ അറ്റ് സെന്റർ, സി ഇ ലെങ്ത്. അപ്പൊ സി ഇ എന്ന് പറയുന്നത് സി എഫ് ഓക്കെ, സി ഇ എന്ന് പറയുന്നത് സി എഫ് മൈനസ് ഇ എഫ് എടുക്കാമല്ലോ. സി ഇ എന്ന് പറയുന്നത് എനിക്ക് സി എഫ് മൈനസ് ഇ എഫ് എടുക്കാം. ഓക്കെ, അതും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഞാൻ സി ഇവിടെയാണ് മാർക്ക് ചെയ്തത്. ഞാൻ ഈ ഒരു പോയിന്റിനെ ഇ എന്ന് മാർക്ക് ചെയ്തല്ലോ. ഞാൻ ഈരവിടെ ഒരു ടാൻജന്റ് ഞാൻ വരയ്ക്കുന്നത്. ഈരവിടെ ഞാനൊരു ടാൻജന്റ് വരച്ചു. ഓക്കെ, അത് ഹൊറിസോണ്ടൽ ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, അത് എങ്ങനെ വേണോ വരാം. ഈരവിടെ ഞാനൊരു ടാൻജന്റ് വരച്ചു. ഓക്കെ, അപ്പോ ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ ഒരു ഡിസ്റ്റൻസ് ഈ പോയിന്റിൽ ഞാൻ എഫ് എന്ന് റെപ്രസെന്റ് ചെയ്തു. ഈ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്റെ സിയുടെയും ബിയുടെയും ടാൻജന്റിന്റെ തമ്മിലുള്ള ആ ഒരു സ്പേസിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ടി സി ബി അല്ല ടി ഇ ബി എന്ന് റെപ്രസെന്റ് ചെയ്തു. ടി ഇ ബി എന്ന് പറഞ്ഞ ആ ഡിസ്റ്റൻസിനെ ഞാൻ റെപ്രസെന്റ് ചെയ്തു. അവിടെ നിന്ന് ഒരു ടാൻജന്റ് വരച്ചു. ആ ഒരു ടാൻജന്റിൽ നിന്ന് ഞാൻ അതായത് ഞാൻ ഒന്നും കൂടെ ഫ്രെയിം ചെയ്തു. ആ രണ്ട് ടാൻജന്റ് തമ്മിലുള്ള ആ ഒരു സ്പേസിംഗ് ആണ് ഞാൻ ഇവിടെ ടി എ ബി എന്ന് മാർക്ക് ചെയ്തത്. ഇവിടത്തെയും ആ ടാൻജന്റ് തമ്മിലുള്ള ആ ഒരു സ്പേസിങ്ങിനെയാണ് ഞാൻ ഇവിടെ ടി ഇ ബി എന്ന് മാർക്ക് ചെയ്തത്. ഓക്കെ, ടി ഇ ബി എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് സി എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ഇ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ സി ഇ ഇസ് ഈക്വൽ ടു സി എഫ് മൈനസ് ഇ എഫ് എന്ന് പറഞ്ഞൊരു റിലേഷനും എനിക്കിവിടെ ഉണ്ട്. എനിക്ക് സി എഫ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് സിമിലർ ട്രയാങ്കിൾ വെച്ച് കണ്ടുപിടിക്കാം, അല്ലെ? സിമിലർ ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുത്താൽ എനിക്ക് ടി എ ബി ബൈ 3 ഇസ് ഈക്വൽ ടു എ ബി ആണ് എ ഡി ആണ് എൻ്റെ ടി എ ബി ബൈ 3 ഇസ് ഈക്വൽ ടു ഞാൻ സി ബി എഫ് എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുത്താൽ സി എഫ് ബൈ 1.5 സി എഫ് ബൈ 1.5 സി ബി എന്ന് പറഞ്ഞാൽ 1.5. അപ്പൊ എന്റെ സി എഫ് എത്രയായിരിക്കും? 3/2 ഇൻറ്റു ടി എ ബി ബൈ 3. അതായത് എന്റെ സി എഫ് എന്ന് പറഞ്ഞാൽ ടി എ ബി ബൈ 2 എന്ന് കിട്ടും. ടി എ ബി എനിക്ക് എത്രയാണോ അതിന്റെ പാതിയാണ് എന്റെ സി എഫ് എന്ന് പറയുന്നത്. സി എഫ് ഇസ് ഈക്വൽ ടു ടി എ ബി ബൈ 2. ഓക്കെ, ഇ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ എഫ് എന്ന് പറഞ്ഞാൽ എന്റെ ടി ഇ ബി. ഇ എഫ് എന്ന് പറഞ്ഞാൽ എന്റെ ടി ഇ ബി ആക്ച്വലി ഞാൻ ആ ടി സി ബി എന്ന് എഴുതണ്ടേ, എന്നാലേ നിങ്ങൾക്ക് ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവത്തുള്ളൂ. ഞാൻ ഇവിടെ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ടി ഇ ബി എന്ന് എഴുതുന്നത്. ടാൻജന്റ് ആക്ച്വലി ഞാൻ സി പോയിന്റിന്റെ ടാൻജന്റ് ആണ് ഈ വരയ്ക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇത് ഇവിടെ സി എന്ന് തന്നെ എഴുതിയാൽ മതി, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതായത് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഈ സി എന്ന് പറയുന്ന പോയിന്റിന്റെ ഇലാസ്റ്റിക് കർവിലെ ടാൻജന്റിനെ ഞാൻ ടാൻ സി എന്നാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ സിമിലർ ട്രയാങ്കിളിൽ ആ പോയിന്റിനെ ഞാൻ ഒന്ന് റീഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ആ പോയിന്റ് ഞാൻ ഇ എന്ന് നെയിം കൊടുത്തു. ഇ എന്ന് നെയിം കൊടുത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ടാൻജന്റിന് ടാൻ ഇ എന്ന് നെയിം കൊടുത്തത്. ഇവിടെ നിന്ന് വരച്ച ടാൻജന്റിന് ഞാൻ ടാൻ ഇ എന്ന് നെയിം കൊടുത്തത്. അപ്പോൾ ഈ ടാൻ ടി ഇ ബി എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിരിക്കുന്നത് ഇ എന്ന് പറയുന്ന ടാൻജന്റിന്റെയും ബി എന്ന് പറയുന്ന ടാൻജന്റിന്റെയും ഇടയിലുള്ള സ്പേസിംഗ് ആണ്. അത് ലിറ്ററലി സി എന്ന് പറയുന്ന പോയിന്റിന്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സി ബി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പൊ എ ബി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എടുക്കുമ്പോൾ എ ബി സ്പാൻ റേഞ്ച് എടുക്കുന്ന പോലെ ഇ ബി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പോയിന്റ് എവിടെ എന്ന് കൺഫ്യൂസ്ഡ് ആവരുത്. അത് ഞാൻ പോയിന്റ് ഒന്ന്
വേറെ ഒരു നെയിം കൊടുത്തതാണ് നിങ്ങൾക്ക് ഈ സിമിലർ ട്രയാങ്കിൾ കോൺസെപ്റ്റ് കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടി ഞാനൊരു വേറൊരു നെയിം കൊടുത്തതാണ്. അപ്പൊ ഇ ബി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് സി ബി എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആ ഒരു സോൺ വെച്ച് തന്നെ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സി ബി എന്ന് പറയുന്ന ആ ഒരു സോൺ വെച്ച് തന്നെ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എനിക്ക് സി എഫ് ഇസ് ഈക്വൽ ടു ടി എ ബി ബൈ 2 മൈനസ് ടി ഇ ബി എന്ന് പറയുന്ന ഒരു റിലേഷൻ വന്നു. സി എഫ് ഇസ് ഈക്വൽ ടു ടി എ ബി. മിക്കവാറും ഈ ഒരു ക്വസ്റ്റ്യനോടെ നിങ്ങൾ ഈ മെത്തേഡ് വിടും എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. എന്നാലും നമുക്ക് കുറച്ച് പേർക്കെങ്കിലും ഇത് പഠിക്കണം എന്നുള്ള ഒരു ഇത് കാണും. അതുകൊണ്ട് എന്തായാലും ഞാൻ എടുക്കാനുള്ള പോർഷൻസ് ഞാൻ എന്തായാലും എടുക്കും. ഓക്കെ, അപ്പൊ സി എഫ് ഇസ് ഈക്വൽ ടു ടി എ ബി ബൈ 2 മൈനസ് ടി ഇ ബി എന്ന് പറഞ്ഞിട്ട് ഒരു റിലേഷൻ ഞാൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, എനിക്ക് ഇനി ടി എ ബിയും ടി ഇ ബിയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സി എഫ് അല്ല കേട്ടോ, സിഇ എനിക്ക് സിഇ എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാം. ഈ സിഇ എന്ന് പറയുന്ന വാല്യൂ ആണ് എന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, സി പോയിന്റിലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നതിലേക്ക് പോവാണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എനിക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാം? ഓക്കെ, അപ്പൊ ഞാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ പ്ലോട്ട് ചെയ്യും? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആർക്കെങ്കിലും പറയാമോ? എ ബി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഉണ്ടോ ഇവിടെ? എല്ലാവരും ഉണ്ട്. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ പ്ലോട്ട് ചെയ്യും? എനി ഐഡിയ? ഒന്നുമില്ല. ഞാൻ അതായത് ഒരു ട്രയാങ്കിൾ എന്ന് സ്റ്റാർട്ട് ചെയ്ത് അപെക്സിൽ പോയിട്ട് ബി എൻഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ ബി ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഞാൻ ബിയിൽ അവിടെ അവിടെ എനിക്കൊരു മൊമെന്റ് ഉണ്ട്. അപ്പം തൽക്കാലം ഞാൻ ബിയിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ ആർ ബി എന്ന് പറയുന്നത് എത്രയാണ്? 5/3. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ എൻ്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ 5/3 ഇൻറ്റു 1.5 2.5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊമെന്റ് എനിക്ക് സീന്റെ അവിടെ കിട്ടും. 2.5 ബൈ ഇ ഐ എന്ന് പറഞ്ഞിട്ട് ഞാൻ എം ബൈ ഇ ഐ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒരു ഇ ഐ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യും. എം ബൈ ഇ ഐ ഡയഗ്രാം ഓക്കെ, 2.5 ബൈ ഇ ഐ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടുപിടിക്കും. ഇനി എ എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ മൊമെന്റ് നോക്കിയാൽ 5/3 എന്ന് പറയുന്ന ഒരു ലോഡ് ഉണ്ട്. അതാണ് എൻ്റെ ആർ ബി ഇൻറ്റു 3. അപ്പൊ 5 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊമെന്റ്. അപ്പൊ ആ 5 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന മൊമെന്റിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഇവിടെ ഓൾറെഡി അവിടെ അതായത് ഈ ആർ ബി ഇൻറ്റു ഡിസ്റ്റൻസ്, ആർ ബി എന്ന് പറഞ്ഞാൽ 5/3 ഇൻറ്റു ഡിസ്റ്റൻസ്, അപ്പോൾ 5/3 ഇൻറ്റു 3 വിച്ച് ഇസ് 5 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ 5 കിലോ ന്യൂട്ടൺ മീറ്ററിന്റെ അവിടെ അപ്പോൾ ഇത് മുകളിലോട്ട് 5 കിലോ ന്യൂട്ടൺ മീറ്ററിൽ പോയി മീറ്റ് ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ അല്ല, അവിടെ ഒരു ബാലൻസിങ് ചെയ്യാനുള്ള ഒരു 5 കിലോ ന്യൂട്ടൺ മീറ്ററിന്റെ ഒരു മൊമെന്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയത് കാരണം ഇത് വന്ന് 0 മീറ്റ് ചെയ്യും. 2.5 ബൈ ഒരു റൈറ്റ് ട്രയാങ്കിൾ പോലെയാണ് എനിക്ക് ഇവിടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കിട്ടുക. അപ്പോൾ സാഗിങ് ആയതുകൊണ്ട് ഞാൻ പോസിറ്റീവ് വാല്യൂ ഇവിടെ മാർക്ക് ചെയ്തു. വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എനിക്കിനി ടി എ ബി കണ്ടുപിടിക്കാമല്ലോ. ടി എ ബി കണ്ടുപിടിക്കാം. അതുപോലെ ടി ഇ ബി എന്ന് പറഞ്ഞാൽ ബേസിക്കലി സി തന്നെയാണ്, അതും കണ്ടുപിടിക്കാം. ഓക്കെ, അത് കണ്ടുപിടിച്ചിട്ട് അതിന്റെ വാല്യൂ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയുക. ടി എ ബി ശ്രദ്ധിക്കുക, ഞാൻ മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു എനിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വേണം കണ്ടുപിടിക്കാൻ. അതായത് ഇവിടെ ഒരു ഏരിയ മാത്രമല്ല, ടി എ ബി ആണ്. ഞാൻ തീറ്റ അല്ല ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എനിക്കൊരു എക്സ് ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്റ്റൻസ്
ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ആ ഡിസ്റ്റൻസ് വെച്ചിട്ട് വേണം അത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഞാൻ അപ്പോഴത്തേക്കും അറ്റൻഡൻസ് എടുക്കാം. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കണേ. അഭിരാമി ഉണ്ടോ? അഭിരാമി ഇല്ല. അപർണ സുനിൽ ഉണ്ടോ? അപർണ സുനിൽ ഇല്ല. അപർണ സുനിൽ കുറച്ച് ക്ലാസ് മിസ്സാവുന്നുണ്ട്. ആശാ സുദർശൻ, IAS, ആര്യ ശ്രീനാഥ്, ലക്ഷ്മി, രാജേഷ്, ലക്ഷ്മി, ലക്ഷ്മി, ദീപിക, ദിവ്യ, ഗായത്രി, ജ്യോതിക, ഐരി, കാർത്തിക, കാവ്യ, കീർത്തന, ശുഭ, ലക്ഷ്മി, ആവരിക, നവമി ഉണ്ടോ? നവമി ഇല്ല. ഓക്കെ, രാജശ്രീ, സാന്ദ്ര, ശില്പ, ശ്രീലക്ഷ്മി ഉണ്ടോ? ശ്രീലക്ഷ്മി, തസ്നീം ഉണ്ടോ? തസ്നീം, ഉണ്ണിമായ ഉണ്ടോ? ഉണ്ണിമായ ഇല്ല. വർഷ സുരേന്ദ്രൻ ഇല്ല. ഓക്കെ, അപ്പോൾ വർഷ ഇല്ല, വർഷ സുരേന്ദ്രൻ ഇല്ല, ഉണ്ണിമായ ഇല്ല, തസ്നീം ഇല്ല, ശ്രീലക്ഷ്മി LS ഇല്ല, നവമി ഇല്ല, അപർണ സുനിൽ ഇല്ല. ഇത്രയും പേരില്ല. ഓക്കെ, ഇടയ്ക്ക് വരും നോക്കട്ടെ. തസ്നീം കയറുന്ന പോലെ എനിക്ക് പേര് ഞാൻ ഇവിടെ കണ്ടായിരുന്നു കയറുന്നത്. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കുക. ചെയ്യാം. തീർക്കാൻ സമയമായി കാണില്ല. 5 മിനിറ്റോടെ വയ്ക്കുക. സർ, ആ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തില് എന്റെ അവിടെ 0 എങ്ങനെ വന്നത്? എന്റെ അവിടെയോ? എന്റെ അവിടെ 0 വന്നത്. ബെൻഡിങ് മൊമെന്റ് എന്റെ അവിടെ അപ്പൊ എങ്ങനെയാ വരിക? ഒന്ന് പറയാം. എന്റെ അവിടെ മൊമെന്റ് ഇല്ല. എന്റെ അവിടെ മൊമെന്റ് ഉണ്ടല്ലോ, 5 കിലോ. എന്റെ അവിടെ മൊമെന്റ് ഉണ്ട്. ശരിയാ, എന്റെ അവിടെ മൊമെന്റ് ഉണ്ട്. ഞാനത് ആലോചിച്ചില്ല. ഓക്കെ, RB എന്ന് പറയുന്നത് 5 into 3 അല്ലെ? RB 5 into 3 തന്നെയാണോ കിട്ടിയത്? RB 5/3 അല്ലേ? RB 5/3 ആണ്. പിന്നെ RA -5/3 അല്ലേ? അതെ. അപ്പൊ RB 5/3 into 3 എന്ന് പറഞ്ഞാൽ 5/3 into 3 എന്ന് പറഞ്ഞാൽ 5 kN മൊമെന്റ് അല്ലേ നമുക്ക് A എന്ന് പറയുന്ന പോയിന്റിൽ വരിക? A എന്ന് പറയുന്ന പോയിന്റില് 5 വരും. 5/E. അപ്പോൾ A എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ഒരു എക്സിസ്റ്റിംഗ്ലി ഒരു 5 kN അവിടെ ആക്ട് ചെയ്യുന്നില്ലേ പുറമേന്ന്? അത് ഏത് ഡയറക്ഷനിലാണ് വരിക? സർ,
സാഗിങ് പോസിറ്റീവ് മുകളിലോട്ട് എന്റെ അവിടെ നിന്ന് സ്ട്രേറ്റ് ലൈൻ മുകളിലോട്ട് എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് ബിയിലോട്ട് ഒരു ഒറ്റ ലൈൻ പോലെ. ഓക്കെ, അതായത് എന്റെ സൈഡിൽ നിന്ന് വരയ്ക്കാൻ നോക്കി എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ വരയ്ക്കാം. ഞാൻ ഇറേസർ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പുറത്തെ സൈഡിൽ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ എയുടെ സൈഡിൽ നിന്ന് ഒരു 5 kN ഞാൻ വരയ്ക്കുക. ഓക്കെ, ഞാൻ ഇവിടെ ഒന്ന് മാറ്റി വരയ്ക്കുകയാണേ. ഞാൻ എയുടെ സൈഡിൽ നിന്ന് ഒരു 5 kN വരയ്ക്കുക. ഇവിടെ എയിൽ നിന്ന് ഞാൻ മുകളിലോട്ടൊരു 5 kN വരച്ചു. അത് സാഗിങ് മൊമെന്റ് ആയതുകൊണ്ട് ഞാൻ മുകളിലോട്ട് തൽക്കാലം വരച്ചു. ഓക്കെ, 5 kN. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഒരാളെങ്കിലും ആ ഡൗട്ട് ചോദിച്ചല്ലോ. ഓക്കെ, ഞാനത് വിട്ടുപോയി. ഓക്കെ, 5 kN എന്ന് പറഞ്ഞ ഒരു മൊമെന്റ് വരച്ചു. ഇനി സി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് എത്രയായിരിക്കും? സി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് എയിൽ നിന്ന് നോക്കുക, മൊമെന്റിന്റെ സൈഡിൽ നിന്ന് നോക്കുക. സി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് 5 + -5/3 × 1.5. 5 + -5/3 × 1.5. അപ്പൊ 2.5/EI അല്ലേ? ഓക്കെ, 2.5/EI. അപ്പൊ ബി എന്ന് പറയുന്ന പോയിന്റില് 0 അല്ലേ? ഇങ്ങനെയാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പൊ എനിക്കിത് മായ്ക്കാൻ പറ്റുന്നില്ല. ഇത് 2-3 സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ പിന്നെ 5-6 റൈറ്റിങ്സ് വരെ അൺഡു ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ ഡയഗ്രാം മായ്ക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ ഡയഗ്രാം വെട്ടുവാണ്. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഞാൻ രണ്ടാമത് വരച്ചതുപോലെ വേണം വരയ്ക്കാൻ. ഓക്കെ, മൊമെന്റിന്റെ സൈഡിൽ നിന്ന് വേണം നമ്മൾ നോക്കാനായിട്ട് ഇങ്ങനത്തെ കേസ് വരുമ്പോൾ. ഓക്കെ, ഞാനിത് വെട്ടുക. ഓക്കെ, ഇതല്ല ഈ 5 kN. ഒരു ഇന്റൻസിറ്റി ഫോൾ ആണ്. കുഴപ്പമില്ല, പറഞ്ഞു. 5/EI എന്ന് പറഞ്ഞിട്ടുള്ള മൊമെന്റ് എയിൽ അവിടെ, 2.5/EI എന്ന് പറയുന്ന മൊമെന്റ് സിയിൽ അവിടെ, ഇവിടെ 0. ഈ രീതിയിൽ വേണം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ. അപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അപ്പൊ ചിലപ്പം ഈ ചോദിച്ച ജീനയാണോ? ഓക്കെ, മേ ബി കുറച്ച് പേർക്കും കൂടെ ചിലപ്പോൾ ഇത് തോന്നിക്കാണാം, കുറച്ച് പേർക്ക് തോന്നിക്കാണില്ല. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇപ്പോഴും ക്ലാരിറ്റി കുറവുള്ളവർ ഉണ്ടെങ്കിൽ ഞാൻ മോസിന്റെ എക്സ്ട്രാ ക്ലാസ്സിൽ ഞാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എത്തുമ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് നിങ്ങളെ വിളിക്കാം. അതിനകത്ത് ഞാൻ ലിങ്ക് തരാം. അപ്പോൾ അതിനകത്ത് ക്ലാരിറ്റി കുറവ്, ബെൻഡിങ് മൊമെന്റ് SFDയിൽ ക്ലാരിറ്റി കുറവുള്ളവർ ആ സെഷൻ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വരച്ചതുപോലെയാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം പ്ലോട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ അല്ല. കോൺസെൻട്രേറ്റഡ് മൊമെന്റ് ആക്ട് ചെയ്യുന്ന സിനാരിയോയിൽ നമ്മൾ മൊമെന്റിന്റെ സൈഡിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട്. ഓക്കെ, ഞാൻ ആദ്യം വരച്ചപ്പോൾ അത് വിട്ടുപോയി. ഞാൻ പർപ്പസ്ഫുള്ളി ചെയ്തതല്ല, ഞാൻ വിട്ടുപോയതാണ്. ഞാൻ സൈഡിൽ നിന്ന് അറിയാതെ. ഓക്കെ, ആരോ വന്നിട്ടുണ്ട്. അഭിരാമി നവമി. ഓക്കെ, അഭിരാമി. അപർണ സുനിൽ വന്നില്ലല്ലോ? ഇല്ല. നവമി. തസ്നീമോ? കണ്ടു. ഞാൻ തസ്നീമ് നോട്ട് ചെയ്യാം. നവമി. ഓക്കെ, കണ്ടു. മഹിമ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് മഹിമ ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, പിന്നെ റോൾ നമ്പർ 3 പ്രസന്റ് ആണ്. ശ്രീലക്ഷ്മി കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നെറ്റ് തീർന്നപ്പോഴത്തേക്കും പോയിന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. കയറിയിട്ടുണ്ടായിരുന്നു, നെറ്റ് തീർന്നപ്പോൾ ഇറങ്ങേണ്ടി വന്നു എന്ന് പറഞ്ഞു. ഓക്കെ, റോൾ നമ്പർ 3 ഞാൻ എന്തായാലും ഇട്ടു. ശ്രീലക്ഷ്മി. ഓക്കെ, ഞാൻ ഈ നെറ്റ് തീരുന്ന എക്സ്ക്യൂസ് ആക്ച്വലി ഞാൻ തരാം. എപ്പോഴും ഞാൻ തരൂല, അത് സ്ഥിരമാക്കരുത്. അപ്പം നെറ്റ് തീരുന്ന എനിക്കറിയാം. മൊബൈൽ ഡേറ്റയിൽ നെറ്റ് ചെയ്യുന്നവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അത് ചിലപ്പോൾ നെറ്റൊക്കെ തീർന്നു പോകും. എന്നാലും മാക്സിമം ശ്രമിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ഞാൻ എല്ലാവർക്കും തരാം. നെറ്റ് തീർന്നു സ്ഥിരമാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് ആയതുകൊണ്ട് ഞാൻ എന്തായാലും അറ്റൻഡൻസ് തരാം. നെറ്റ് തീർന്ന എക്സ്ക്യൂസ് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഇത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഞാൻ ഈ രണ്ടാമത് വരച്ചതുപോലെ കോൺസെൻട്രേറ്റഡ് മൊമെന്റ് ഉള്ളപ്പോൾ അങ്ങനെ വേണം നമ്മൾ വരയ്ക്കാൻ. അപ്പോൾ 5/EI എന്ന് പറയുന്ന മൊമെന്റ് എയിൽ അവിടെ, 2.5/EI എന്ന് പറയുന്ന മൊമെന്റ് സിയിൽ അവിടെ,
ബിയിൽ അവിടെ ഒന്നുമില്ല, ഒരു റൈറ്റ് ട്രയാങ്കിൾ പോലെ കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എത്ര പേര് നോട്ടീസ്, കുറച്ച് പേരെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഒരാൾ പറഞ്ഞു 5-6 പേരെങ്കിലും മിനിമം നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഇല്ലാത്തവർ കുഴപ്പമില്ല, നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിന്റെ ക്ലാസ്സസ് നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ റെഡിയാക്കാം. ഓക്കെ, എനിക്കിനി TAB/2ഉം TEB കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. TAB/2 കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ ചെയ്യുക? TAB/2 AB എന്ന് പറയുന്ന സോണിലുള്ള ആ ഒരു ട്രയാങ്കിളിന്റെ ആ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിന്റെ ഷേപ്പിന്റെ ഏരിയ എടുക്കും. വിത്ത് റെസ്പെക്ട് ടു A നമ്മൾ അതിന്റെ സെൻട്രോയിഡ് നമ്മൾ നോക്കും. ഓക്കെ, ഇനി TEB എന്ന് പറയുന്ന പോയിന്റിന്റെ കണ്ടുപിടിക്കാനായിട്ട് CB ശ്രദ്ധിക്കുക. CB ഞാൻ ആക്ച്വലി TCB എന്നാണ് ഞാൻ അവിടെ റെപ്രസെന്റ് ചെയ്യേണ്ടിയിരുന്നത്. അതാണ് കറക്റ്റ് മെത്തേഡ്. ഞാൻ E എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യാൻ കാരണം ഞാൻ സിമിലർ ട്രയാങ്കിളിന്റെ കോൺസെപ്റ്റ് പറഞ്ഞതുകൊണ്ട് ഒരു പോയിന്റ് എടുത്തതാണ്. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അത് ശരിക്കും TCB എന്നാ വരേണ്ടേ. അപ്പൊ TCB എന്ന് പറയുന്ന പോയിന്റിന്റെ TCB എന്ന് പറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് CB അല്ലെങ്കിൽ TCB ഈക്വൽ ടു TEB ആ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് CB എന്ന് പറയുന്ന റീജിയനിലുള്ള ഏരിയ വിത്ത് റെസ്പെക്ട് ടു X ബാർ ചെയ്യുമ്പോഴത്തേക്കും വിത്ത് റെസ്പെക്ട് ടു സിയിൽ നമ്മൾ അത് ചെയ്യും. വിത്ത് റെസ്പെക്ട് ടു സിന്റെ സൈഡിൽ നിന്ന് അത് ചെയ്യും. അപ്പോൾ എനിക്ക് 2 വാല്യൂ കിട്ടും. ആ 2 വാല്യൂ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഇക്വേഷനിൽ യൂസ് ചെയ്താൽ CE എന്ന് പറയുന്ന ടേം കിട്ടും. ഒരു പ്രോബ്ലമേ ആയുള്ളൂ. ഓക്കെ, TAB എത്ര കിട്ടി? TAB എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു 5/EA ഇൻറ്റു ഹാഫ് ഇൻറ്റു 5/EI ഇൻറ്റു പിന്നെ 5/EI ഇൻറ്റു L3 അല്ലേ? 3 ആണ്. 3 ഇൻറ്റു 3/2 ആണ് എൻ്റെ TAB. TEB ആണ് എൻ്റെ TCB തന്നെയാണ്. അത് ഹാഫ് ഇൻറ്റു 2.5/EI ഇൻറ്റു 1.5 ഇൻറ്റു 1.5/3 എത്ര കിട്ടി? 5 45/4EI ഇവിടെ 3/3 അല്ലേ വരേണ്ട? 3/3. TAB ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി. 3/2 അല്ല, ട്രയാങ്കിളിന്റെ ഏരിയ, റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എയുടെ റെസ്പെക്ട് ചെയ്തിട്ട് B/3 അല്ലെങ്കിൽ H/3. H എന്ന് പറയുന്നത് എൻ്റെ സ്പാൻ ആണ്. 3/3 എന്ന് കിട്ടും. 3/3 അപ്പോൾ 3 പോവും. 15/2 EI എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആദ്യത്തെ വാല്യൂ കിട്ടും. ഇനി TEB കണ്ടുപിടിക്കാൻ നേരത്ത് അത് മറ്റേ കുഞ്ഞ് ട്രയാങ്കിൾ ആണ്, ഈ ഒരു ട്രയാങ്കിൾ. അപ്പൊ ഹാഫ് ഇൻറ്റു 2.5/EI ഇൻറ്റു 1.5 ഇൻറ്റു 1.5/3. അപ്പോൾ 2.5 ഇൻറ്റു 1.5 ഇൻറ്റു 1.5/3/2 0.937/EI 0.937/EI. അപ്പോൾ എൻ്റെ CE എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിഫ്ലക്ഷൻ YC which is equal to TAB/2 മൈനസ് TEB. ഓക്കെ, അപ്പോൾ 15/4EI മൈനസ് 0.9375/EI. 15/4EI 15/4 0.9375. 2.8/EI ആണ് എൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടുക. 2.8/EI. ഓക്കെ, ഈ വാല്യൂ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തുക. DCSന്റെ ലിങ്ക് ഇടുമ്പോൾ പറയണേ. DCSന്റെ അല്ലെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ, ഞാൻ 2 ക്വസ്റ്റ്യൻ കവർ ചെയ്യാന്ന് വിചാരിച്ചതാ. ഒരു ക്വസ്റ്റ്യൻ ആയുള്ളൂ.
ഓക്കെ, അപ്പം ഈ ഒരു മെത്തേഡ് ഇപ്പോൾ ആസ് ഓഫ് നൗ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങളിത് കണ്ടതിന് ശേഷം റെക്കോർഡും കൂടെ ഒന്ന് കണ്ടു നോക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കുന്നുണ്ടെങ്കിൽ ഞാനത് വീണ്ടും പറയുന്നു, ഇനി മനസ്സിലായില്ലെങ്കിൽ പേഴ്സണലി ചോദിക്കുക. ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് ചെയ്യാൻ സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ്, നമ്മൾ ഈ റൈറ്റ് ട്രയാങ്കിൾ എടുത്ത പോലത്തെ ഉള്ള ഒരു കൺസെപ്റ്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ എൻകൗണ്ടർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് കൺവേ ചെയ്തിട്ട് ബാക്കി നിങ്ങളുടെ അടുത്ത് സോൾവ് ചെയ്യാൻ പറയാം. എന്നിട്ട് നമുക്ക് ഫ്രൈഡേ വന്നിട്ട് അതിന്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ആൻസർ 2.8/EI ആണ് കിട്ടിയത് എന്ന് ഉറപ്പുവരുത്തുക. 2.8/EI. ഓക്കെ, ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിംപ്ലി സപ്പോർട്ടഡ് ബീം. ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കറക്റ്റ് ആയിട്ട് എടുത്ത ക്വസ്റ്റ്യനാണ്. 6 ഓക്കെ. അപ്പം ഞാനിവിടെ എ ബി എന്ന് പറഞ്ഞിട്ട് 2 പോയിന്റ് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഞാനിവിടെ ഒരു 16 kN ഒരു ലോഡ് കൊടുത്തു. ഈ പോയിന്റിനെ ഞാൻ സി എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് കൊടുത്തു. ഓക്കെ, ഇത് ഹിഞ്ചായിട്ട് വിചാരിക്കരുത്. ഇത് ഇന്റേണൽ ഹിഞ്ചിനെ ഇങ്ങനെ റെപ്രസെന്റേഷൻ നമ്മൾ കൊടുത്തു, ഒരു ഡോട്ട് പോലെ. അത് നമ്മൾ ഫർദർ മേ ബി നിങ്ങൾ SA2-ലൊക്കെ എൻകൗണ്ടർ ചെയ്യാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഡോട്ട് ഇവിടെ അങ്ങനെ ഹൈലൈറ്റ് ചെയ്യാത്തത്. ഇത് പിന്നീട് നിങ്ങൾക്ക് നോക്കുമ്പോൾ അത് ഇന്റേണൽ ഹിഞ്ചായിട്ട് തോന്നരുത്. ഇന്റേണൽ ഹിഞ്ചിനെ നമ്മളൊരു ഡോട്ട് കൊടുത്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, സി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഞാനിത് റെപ്രസെന്റ് ചെയ്തു. ഇത് 2 മീറ്റർ, ഇത് 4 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇത് 6 അല്ല, ഇത് 8 ആണ്. ടോട്ടൽ 8 മീറ്റർ, ഇതും 2 മീറ്റർ. ഓക്കെ, ഈ പോയിന്റ് നമുക്ക് ഡി എന്ന് വിളിക്കാം. ഓക്കെ, എനിക്ക് തീറ്റ സി വേണം. EI ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഓക്കെ, എനിക്ക് തീറ്റ സി വേണം. EI ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ചെയ്യും? ഞാനിത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇലാസ്റ്റിക് കർവ് എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇലാസ്റ്റിക് കർവ് സെൻട്രൽ ലോഡിംഗ് അല്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഓക്കെ, ഞാൻ ഇവിടെ ഇലാസ്റ്റിക് കർവ് പഠിക്കുന്നതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം, നിങ്ങൾക്ക് യൂസ് ആയിരിക്കും. അപ്പം ഞാനൊരു ഇലാസ്റ്റിക് കർവ് എന്തായാലും സാഗിങ് നേച്ചർ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാനൊരു ഇലാസ്റ്റിക് കർവ് പ്രെഡിക്റ്റ് ചെയ്തു. ഓക്കെ, ഓക്കെ, അപ്പോൾ ഞാൻ ഇലാസ്റ്റിക് കർവ് പ്രെഡിക്റ്റ് ചെയ്തു. ഇനി ഞാൻ റിയാക്ഷൻസ് കണ്ടുപിടിക്കുക. റിയാക്ഷൻസ് മീൻവെയിൽ നിങ്ങൾ കണ്ടുപിടിച്ചോ. ഞാൻ സിഗ്മ FY is equal to 0, RA plus RB is equal to 16, ഒരു ഇക്വേഷൻ. 16 into 6/8 equal to RB, which implies RB is equal to 12 kilonewton, RA is equal to 4 kilonewton. ഓക്കെ, അപ്പോൾ ഞാൻ ഇലാസ്റ്റിക് കർവിൽ വരച്ചിട്ട് ഞാൻ M/EI ഡയഗ്രാം വരയ്ക്കുന്നതിന് മുന്നേ ഞാനൊരു ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഞാൻ വരയ്ക്കുകയാണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ക്വസ്റ്റ്യന് വേണ്ട, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ RA എന്ന് പറയുന്നത് 4 kilonewton ആണ്. ഇത് ഞാൻ വരയ്ക്കുന്നതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. RA എന്ന് RA എന്ന് പറയുന്നത് 4 kilonewton ആണ്. അപ്പോൾ ഞാനിവിടെ 4 kilonewton മാർക്ക് ചെയ്തു. അത് ഈ ഒരു പോയിന്റ് വരെയും കോൺസ്റ്റന്റ് ആണ്. പിന്നെ അവിടെ നിന്ന് 16 kilonewton താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് താഴോട്ട് വരുമ്പോഴത്തേക്കും അത് 4 - 16 12 kilonewton എന്നുള്ള രീതിയിൽ താഴോട്ട് വരും. അത് ഹൊറിസോണ്ടലായിട്ട് B വരെ പോവും.
പിന്നെ ഇവിടെ നിന്ന് 12 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്തിട്ട് സീറോയിലോട്ട് വരും. ഓക്കെ, ഇവിടെ നിന്ന് 12 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്ത് സീറോയിലോട്ട് വരും. ഇങ്ങനെയാണ് എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ടാൻജന്റ് വരയ്ക്കുന്നതിന് മുന്നേ ഞാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമും കൂടെ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുവാണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഡി എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, ഞാൻ ആർ ബി 12 ഇൻറ്റു 2 24 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് ഞാനിവിടെ ഒബ്റ്റെയിൻ ചെയ്തു. 24/EI. ഇനി ഞാൻ ഈ സൈഡിൽ നോക്കിയാൽ RAയിൽ നിന്ന് നോക്കിയാൽ അതും എനിക്ക് 24 തന്നെ വരും. RA എന്ന് പറഞ്ഞാൽ 4 കിലോ ന്യൂട്ടൺ. 4 into 6 ആണ് ഡിസ്റ്റൻസ്. അപ്പം RAയിൽ നിന്നും എനിക്ക് 25 തന്നെ വരും. കോൺസെൻട്രേറ്റഡ് മൊമെന്റ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. നേരത്തെ കേസിൽ നമുക്ക് കോൺസെൻട്രേറ്റഡ് മൊമെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ M/EI ഡയഗ്രാം ഞാൻ വരച്ചു. ഓക്കെ, അപ്പോൾ M/EI ഡയഗ്രാമും SFD ഡയഗ്രാമും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്താൽ, ഞാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമാണ് വരച്ചത്, ഞാൻ EI കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതിന് ഞാൻ M/EI ഡയഗ്രാം എന്ന് റെപ്രസെന്റ് ചെയ്തു. ഈ M/EI ഡയഗ്രാമും SFDയും തമ്മിൽ കമ്പയർ ചെയ്താൽ ഈ SFDയിൽ 0 ആവുന്ന പോയിന്റിൽ നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് അച്ചീവ് ചെയ്യുന്നുണ്ട്. നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് അച്ചീവ് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് ഷിയർ ഫോഴ്സ് 0 കിട്ടുന്നുണ്ട്. ഈ ഷിയർ ഫോഴ്സ് 0 മാത്രമല്ല, അവിടെ എല്ലാ വാല്യൂവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെ 0യിലൂടെ ഷിയർ ഫോഴ്സ് പോകുന്നുണ്ട്. 0യിൽ ടച്ച് ചെയ്തിട്ട് ആ ഒരു റേഞ്ച് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷിയർ ഫോഴ്സ് ഈ ഒരു ബീമിൽ നോക്കിക്കഴിഞ്ഞാൽ 0 ടച്ച് ചെയ്യുന്ന 3 പോയിന്റ് ആണുള്ളത്. ഒന്ന് സപ്പോർട്ട്സിന്റെ അവിടെയും, അതുപോലെ തന്നെ ഒന്ന് ഈ ഡി എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിൽ. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആവുന്ന പോയിന്റിൽ നമുക്ക് ഷിയർ ഫോഴ്സ് 0 എന്ന് പറയുന്ന ക്രൈറ്റീരിയ ഉണ്ട്. അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ഒരു ക്ലാസ്സിലും തുടക്കത്തിൽ പറഞ്ഞത്. പക്ഷേ ഈ ഒരു ക്രൈറ്റീരിയൻ തന്നെ നമ്മുടെ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിലോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് മൊമെന്റ് ഉള്ള പ്രോബ്ലത്തിലോട്ടൊക്കെ പോകുമ്പോഴോ ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യില്ല. ഒരു സാധാരണ പോയിന്റ് ലോഡ് സിനാരിയോ UDL മാത്രമുള്ള സിനാരിയോയിലൊക്കെയാണ് ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് പോവുക. UDLിലാണ് വ്യക്തമായിട്ട് നമുക്കത് മീറ്റ് ചെയ്യുക. അത് ഈ ക്രൈറ്റീരിയ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കേൾക്കും. പക്ഷേ ഈ ക്രൈറ്റീരിയക്ക് കുറച്ച് പരിമിതികളുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇത് ആപ്ലിക്കബിൾ അല്ല എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഷിയർ ഫോഴ്സ് 0 ആവുന്ന ഒരു പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് നമുക്ക് മാക്സിമം ഉള്ള പോയിന്റിലാണ് നമുക്ക് ഷിയർ ഫോഴ്സ് 0 ആവുന്നത് എന്ന് കൺവേ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഒരു SFD ഡയഗ്രാമും കൂടെ വരച്ചത്. ഷിയർ ഫോഴ്സ് അവിടെ 0 ടച്ച് ചെയ്ത് പോകുന്ന ഒരു സോൺ നമ്മുടെ SFD നോക്കിക്കഴിഞ്ഞാൽ D എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് അക്രോസ് ദ സ്പാൻ ഞാൻ നോക്കിയാൽ. ഓക്കെ, അപ്പൊ M/EI മിസ് ലിങ്ക് ഇട്ടാ പറയണേ. M/EI ഡയഗ്രാം ഞാൻ വരച്ചു. അപ്പൊ എനിക്കിനി വേണ്ടത് ടാൻജൻസ് ആണ്. ഇനി ഞാൻ ഇലാസ്റ്റിക് കർവിൽ ഞാൻ ടാൻജൻസ് വരയ്ക്കാൻ പോവാം. എനിക്ക് θC ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ θC എനിക്ക് വരയ്ക്കാൻ വേണ്ടി ഞാൻ ടാൻജന്റ് പച്ചലല്ല. ഓക്കെ, അപ്പൊ ഞാൻ θA എന്ന് പറയുന്ന ടാൻജന്റ് ഞാൻ വരച്ചു. tan A എന്ന് പറഞ്ഞ ടാൻജന്റ് ഞാൻ വരച്ചു. അപ്പൊ എനിക്ക് സിയില് ഞാനൊരു ടാൻജന്റ് വരച്ചാൽ അതിങ്ങനെ ഒരു ടാൻജന്റ് ആയിരിക്കും. ഓക്കെ, സിയിൽ ഞാനൊരു ടാൻജന്റ് വരച്ചാൽ അതിങ്ങനെ ഒരു ടാൻജന്റ് ആയിരിക്കും. tan C എന്ന് പറഞ്ഞിട്ടൊരു ടാൻജന്റ്. ഞാൻ ബിയിൽ അവിടെ നിന്ന് ഒരു ടാൻജന്റ് വരയ്ക്കുന്നുണ്ട്, tan B എന്ന് പറഞ്ഞൊരു ടാൻജന്റ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ θC കണ്ടുപിടിക്കണം. ഈ തീറ്റ ഈ ഒരു പർട്ടിക്കുലർ ഹൊറിസോണ്ടലുമായിട്ട് ഈ ഒരു ആംഗിൾ ആണല്ലോ ബേസിക്കലി എൻ്റെ θA എന്ന് പറയുന്ന ഒരു ആംഗിൾ. ഈ ഒരു ആംഗിൾ ആണ് ഞാൻ എൻ്റെ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന, ഞാൻ റാൻഡം ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന എയിലെ ടാൻജന്റ് ഏതാണോ അതാണ് എൻ്റെ θA. ഈ റാൻഡം ഹൊറിസോണ്ടലിനെ ഞാൻ tan x എന്ന് പറഞ്ഞാൽ θAx എന്ന് ഇവിടെ ഞാൻ റാൻഡം ആയിട്ട് ഹൊറിസോണ്ടൽ അങ്ങ് വരച്ചു. ഓക്കെ, ആ ഹൊറിസോണ്ടൽ ചുമ്മാ ഞാൻ tan x എന്ന് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ആ രണ്ട് tan x എന്തായാലും 0, ആ tan x എന്ന് റെപ്രസെന്റ് ചെയ്തു, അതെന്തായാലും 0 ആയിരിക്കും. ഇവിടെ ഈ tan x ഉം tan A യും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ എനിക്ക് θAx എന്ന് റെപ്രസെന്റ് ചെയ്യാം. θA മൈനസ് θx എന്ന് എഴുതാം. ഈ θx 0 ആയിരിക്കും, θA. ആ ഒരു കോൺസെപ്റ്റ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഹൊറിസോണ്ടലുമായിട്ട് ടാൻജന്റ് അറ്റ് A മേക്ക് ചെയ്യുന്ന ആംഗിൾ θA.
തീറ്റ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആംഗിൾ എനിക്ക് അവിടെ ഉണ്ട്. ഓക്കെ, എനിക്ക് ഇനി തീറ്റ സിയുടെ അവിടെ ഈ തീറ്റ സിയിൽ കൂടെ ഞാൻ വരച്ചിരിക്കുന്ന ടാൻജന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്താൽ, സിയുടെയും എയുടെയും ഇടയിലുള്ള ടാൻജന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്താൽ തീറ്റ സി എ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ടാൻജന്റ് ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, തീറ്റ സി എ എന്ന് പറഞ്ഞിട്ട് ഒരു ടാൻജന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഞാൻ ഒരു റാൻഡം ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ഞാൻ വരയ്ക്കുവാണ്. സി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ റാൻഡം ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ഞാൻ വരയ്ക്കുവാണ്. ആ റാൻഡം ആയിട്ടുള്ള ഹൊറിസോണ്ടലിൽ എൻ്റെ ടാൻജന്റ് അറ്റ് സി മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ സി ആണെന്ന് എനിക്ക് പറയാമല്ലോ. സി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ റാൻഡം ആയിട്ടൊരു ഹൊറിസോണ്ടൽ വരയ്ക്കുവാണ്. ഹൊറിസോണ്ടലുമായിട്ട് എൻ്റെ ടാൻജന്റ് അറ്റ് സി മേക്ക് ചെയ്യുന്ന ആംഗിളിനെ എനിക്ക് തീറ്റ സി എന്ന് പറയാം. തീറ്റ എ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ എനിക്കിവിടെ തീറ്റ സി ആണ് ആ റാൻഡം ഹൊറിസോണ്ടലുമായിട്ട് എൻ്റെ ടാൻജന്റ് അറ്റ് സി മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്നെനിക്ക് പറയാം. ഓക്കെ 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 അപ്പോൾ ഈ ഒരു തീറ്റ സിയും ഞാൻ ഈ തീറ്റ സി പ്ലസ് എയും കൂടെ കമ്പൈൻ ചെയ്താൽ, ഈ ഒരു തീറ്റ സിയും ഈ തീറ്റ സി പ്ലസ് എ കമ്പൈൻ ചെയ്താൽ എനിക്ക് കിട്ടുന്നത് തീറ്റ എ തന്നെയായിരിക്കും എനിക്ക് കിട്ടുന്നത്. ഈ ഒരു ഫിഗർ ഒന്ന് സ്കെയിലും ലൈനൊക്കെ വെച്ച് കറക്റ്റ് ആയിട്ട് വരച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഈ തീറ്റ സി എന്ന് പറയുന്നത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ടാൻജന്റ് സി മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ സി. തീറ്റ എ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ടാൻജന്റ് എ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ എ. ഈ ടാൻജന്റ് എയും ടാൻജന്റ് സിയുടെയും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ സി എ അല്ലെങ്കിൽ തീറ്റ എ സി. എനിക്ക് എങ്ങനെ വേണോ റെപ്രസെന്റ് ചെയ്യാം, കുഴപ്പമില്ല. ഈ തീറ്റ സി എയുടെ ഈ തീറ്റ സി എയും ഈ തീറ്റ സിയും കൂടെ ഞാൻ ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് തീറ്റ എ തന്നെയായിരിക്കും. കാരണം തീറ്റ എ ഈ ഹൊറിസോണ്ടലിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്, ഇവിടെയും ഈ ഹൊറിസോണ്ടലിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ കാൽക്കുലേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പൊ തീറ്റ സിയും തീറ്റ സി എയും കൂടെ എനിക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തീറ്റ എ കിട്ടും എന്ന് എനിക്ക് പറയാം. ഓക്കെ, ഇനി ഞാൻ ആ റൈറ്റ് ട്രയാങ്കിളിന്റെ കോൺസെപ്റ്റ് എടുക്കുവാണ്. എല്ലാരും കിളി പോയി ഇരിക്കുവാന്ന് തോന്നുന്നു. ഓക്കെ, റെക്കോർഡ് കേട്ട് നോക്കുക. പേഴ്സണലി ഡൗട്ട് ചോദിക്കുക കേട്ടോ, മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാവാത്ത പോർഷൻ. അപ്പൊ ഞാൻ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോർഷൻ ഞാൻ വരച്ചു. എ ബി എന്ന് പറഞ്ഞ പോർഷൻ വരച്ചു. ഞാൻ ഈ ടാൻ എയുടെ ടാൻജന്റ് ഞാൻ ഇങ്ങനെ നീട്ടി വരച്ചു. ടാൻ എ ഞാൻ നീട്ടി വരച്ചു. ഓക്കെ, അപ്പൊ എൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ്? എൻ്റെ ടി ബി എ ആണ് എൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ്. ഇത് എൻ്റെ തീറ്റ എ ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ബി എത്രയായിരുന്നു? 8 മീറ്റർ. അപ്പൊ എനിക്ക് ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ടാൻ തീറ്റ എ ഇസ് ഈക്വൽ ടു ടി ബി എ ബൈ 8 എന്ന് പറഞ്ഞ ഒരു കൺക്ലൂഷൻ എനിക്ക് മേക്ക് ചെയ്യാം. ടാൻ തീറ്റ എ ഇസ് ഈക്വൽ ടു ടി ബി എ ബൈ 8. ഈ തീറ്റ എ റിയാലിറ്റിയിൽ വളരെ വളരെ ചെറുതായിരിക്കും. അപ്പൊ ഞാൻ തീറ്റ ബീയിങ് സ്മോൾ ടാൻ ഞാൻ ഒഴിവാക്കുന്നു. തീറ്റ എ ഇസ് ഈക്വൽ ടു ടി ബി എ ബൈ 8. ആക്ച്വലി ആ കോൺസെപ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് ടാൻ 0.0001 എന്ന് അടിച്ചു നോക്കുക, ഒരു വാല്യൂ കിട്ടും. എന്നിട്ട് ബേസിക്കലി അത് അല്ലെങ്കിൽ ഒരു വളരെ മിനിമം ആയിട്ടുള്ള ഒരു വാല്യൂ എടുക്കുക, ഒരു ഡിഗ്രി എടുക്കുക. ആ ഡിഗ്രി ടാൻ ഇല്ലാതെ അടിച്ചാലും ടാൻ വെച്ച് അടിച്ചാലും നിങ്ങൾക്ക് ഒരേ വാല്യൂ തന്നെ അപ്രോക്സിമേറ്റ്ലി കിട്ടും. അപ്രോക്സിമേറ്റ്ലി അല്ല, 10 to the പവറിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ വ്യത്യാസം വരും. പക്ഷെ അതിന് നമുക്ക് അത്രയും ചെറുതായതുകൊണ്ട് നമുക്ക് ബീയിങ് വെരി സ്മോൾ നമുക്ക് തീറ്റ എ ഇസ് ഈക്വൽ ടു എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഞാൻ തീറ്റ എ ഇസ് ഈക്വൽ ടു ടി ബി എ ബൈ 8 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നു. തീറ്റ എ ഇസ് ഈക്വൽ ടു ടി ബി എ ബൈ 8. ഓക്കെ, എനിക്ക് തീറ്റ സി ആണ് വേണ്ടത്. തീറ്റ സി എന്ന് പറഞ്ഞാല് തീറ്റ സി എ ഞാൻ കണ്ടുപിടിക്കാം. തീറ്റ സി എ കണ്ടുപിടിച്ചാൽ എനിക്ക് തീറ്റ സി മൈനസ് തീറ്റ എ എടുക്കാം. തീറ്റ സി എ ഞാൻ വരയ്ക്കുവാണെങ്കിൽ തീറ്റ സി മൈനസ് തീറ്റ എ എടുക്കാം. എനിക്കിവിടെ തീറ്റ സി ഒരു ഹൊറിസോണ്ടൽ ഒന്നും അല്ല. ഓക്കെ, സെൻട്രൽ ലോഡിംഗ് അല്ല. എനിക്ക് തീറ്റ സി കണ്ടുപിടിക്കണം. തീറ്റ സി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തീറ്റ എ ഓൾറെഡി എന്താണെന്ന് അറിയണം. ഓക്കെ, തീറ്റ എ എനിക്ക് ടി ബി എ ബൈ 8 എടുത്ത് കണ്ടുപിടിക്കാം. എനിക്ക് അതിൽ നിന്ന് എനിക്ക് തീറ്റ സിയിലോട്ട് എനിക്ക് അറൈവ് ചെയ്യാം. അപ്പോൾ ആദ്യം ടി ബി എ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ടി ബി എ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം.
ടി ബി എ കണ്ടുപിടിക്കുക. ടി ബി എ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും എനിക്ക് തീറ്റ എ കിട്ടും. അതിൽ നിന്ന് നമുക്ക് പിന്നീട് തീറ്റ സി കണ്ടുപിടിക്കാം. തീറ്റ സി എങ്ങനെ കണ്ടുപിടിക്കാം? എനിക്ക് തീറ്റ സി എ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തീറ്റ സി കണ്ടുപിടിക്കാം. കൺഫ്യൂഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം ഈ ഒരു ചെറിയ കാര്യം. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ. മൊത്തത്തിൽ പോയിരിക്കുവാണോ? ഹലോ ഒരു ഹൊറിസോണ്ടൽ വരച്ചില്ലേ, അതായത് ഈ തീറ്റ സി പ്ലസ് തീറ്റ സി എ ഈക്വൽ ടു തീറ്റ എ, അത് തൊട്ടാണ് ഏകദേശം മനസ്സിലാവാതെ. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഫിഗർ അവിടെ നിന്നോട്ടെ. ഞാൻ ഇവിടെ ഞാനൊരു ഈ ഒരു ഫിഗറിൽ ഞാനൊരു കാര്യം വരയ്ക്കാം. ഓക്കെ, ഇവിടെ നോക്കുക. ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഓക്കെ, ഞാൻ എ ബിയിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചു. ഓക്കെ, ഈ ആംഗിൾ ആണ് എൻ്റെ തീറ്റ എ എന്ന് വിചാരിക്കുക. ഓക്കെ, എനിക്ക് സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, റാൻഡം പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ പോയിന്റിൽ ഞാൻ വരയ്ക്കുന്ന ടാൻജന്റ് ഇങ്ങനെയാണ് ഞാൻ വരച്ചിരുന്നത്. ഓക്കെ, ആ പോയിന്റിൽ ഞാൻ വരയ്ക്കുന്ന ടാൻജന്റ് ഇതെന്റെ ടാൻ സി, ഇതെന്റെ ടാൻ എ. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, തീറ്റ സി എ എന്നോ, ഞാൻ തൽക്കാലം തീറ്റ സി എന്ന് പറയാം. തീറ്റ സി എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആംഗിൾ ഉണ്ട്. ഓക്കെ, എനിക്ക് തീറ്റ സി എ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാം? എനിക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിലുള്ള എയുടെയും സിന്റെയും ഇടയിലുള്ള വാല്യൂ നോക്കിയാൽ മതി. എയുടെയും സിന്റെയും ഇടയിലുള്ള ഏരിയ നോക്കിയാൽ എനിക്ക് തീറ്റ സി എ കണ്ടുപിടിക്കാം. തീറ്റ സി എ ഇസ് ഈക്വൽ ടു ഏരിയ ബിറ്റ്വീൻ എ ആൻഡ് സി ഇൻ എം ബൈ ഇ ഐ ഡയഗ്രാം. തീറ്റ സി എ കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ തീറ്റ സി എ എന്ന് പറഞ്ഞാൽ തീറ്റ സി മൈനസ് തീറ്റ എ ഈക്വൽ ടു ഈ ഒരു ഏരിയ കണ്ടുപിടിക്കാം. പക്ഷെ എനിക്ക് തീറ്റ എ അപ്പോഴും അൺനോൺ ആണ്. അപ്പൊ ഞാൻ ആക്ച്വലി ഈ കോൺസെപ്റ്റ് ഞാൻ ജോമെട്രി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഹൊറിസോണ്ടൽ കോൺസെപ്റ്റ് പറഞ്ഞത്. നിങ്ങൾക്ക് തീറ്റ സി എ ഇവിടെ ഈ ഏരിയ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഏരിയ കിട്ടി. ഇവിടെ സപ്പോസ് എനിക്ക് ഒരു 100 കിട്ടിയെന്ന് വിചാരിക്കുക, 100/EI കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് തീറ്റ സി കണ്ടുപിടിക്കണമെങ്കിൽ ഈ 100/EI പ്ലസ് തീറ്റ എ ചെയ്താൽ മതിയല്ലോ. 100/EI പ്ലസ് തീറ്റ എ ചെയ്താൽ എനിക്ക് തീറ്റ സി കിട്ടും. തീറ്റ എ ആണ് ഞാനിവിടെ ജസ്റ്റ് ആ റൈറ്റ് ട്രയാങ്കിൾ വെച്ചിട്ട് ഞാൻ ഈ കോൺസെപ്റ്റ് പറഞ്ഞു. എ ബി, ഇത് ടാൻജന്റ് എ, ഇത് ടി ബി എ, ഇതെന്റെ തീറ്റ എ. അപ്പോൾ ടാൻ തീറ്റ എ ഇസ് ഈക്വൽ ടു ടി ബി എ ബൈ 8 ആണ് എൻ്റെ എ ബി ലെങ്ത്. തീറ്റ വളരെ സ്മോൾ ആയതുകൊണ്ട് തീറ്റ എ ഇസ് ഈക്വൽ ടു ടി ബി എ ബൈ 8. അപ്പോൾ എൻ്റെ തീറ്റ സി വിൽ ബി ഇസ് ഈക്വൽ ടു 100/EI. ഈ 100 ഞാൻ റാൻഡം ആയിട്ട് എടുത്ത എക്സാമ്പിൾ ആണ്. പ്ലസ് ടി ബി എ ബൈ 8 എന്ന് പറഞ്ഞിട്ട് എനിക്ക് കണ്ടുപിടിക്കാം. അതാണ് ബേസിക്കലി ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞത് മറ്റേ കോൺസെപ്റ്റ് ആണ്. അതായത് ഞാൻ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ, ഈ പോയിന്റിൽ ഞാനൊരു ഹൊറിസോണ്ടൽ വരച്ചാൽ, ഈ ആംഗിൾ എൻ്റെ തീറ്റ സി ആണ്. അപ്പോൾ തീറ്റ സി ഈ രണ്ട് ആംഗിളും കൂടെ സം ചെയ്യുന്നതാണ് എൻ്റെ തീറ്റ എ. തീറ്റ എ എന്ന് പറഞ്ഞ ആ ഒരു ജോമെട്രി കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സിയിൽ അവിടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈൻ അങ്ങ് വരയ്ക്കും. സിയിൽ അവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാൻ പറ്റില്ല, ടാൻജന്റ്. ഇത് സെൻട്രൽ ലോഡിംഗ് അല്ല, അതുകൊണ്ട് സിയിൽ അവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ നാച്ചുറലി ഈ പ്രോബ്ലം കാണുമ്പോൾ തീറ്റ സി ചോദിക്കുമ്പോൾ നിങ്ങൾ തീറ്റ സി എ കണ്ടുപിടിക്കാൻ നോക്കത്തുള്ളൂ. അപ്പൊ തീറ്റ സി എ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ തീറ്റ സി ബി ആയിരിക്കും നോക്കുന്നത്. അപ്പൊ തീറ്റ സി എ എന്ന് പറഞ്ഞാൽ തീറ്റ സി മൈനസ് തീറ്റ എ. നിങ്ങൾക്ക് ഒരു വാല്യൂ എന്തായാലും കിട്ടും. ഓക്കെ, പക്ഷെ തീറ്റ എ നിങ്ങൾക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ആ തീറ്റ എക്ക് നിങ്ങൾ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ കോൺസെപ്റ്റ് ആലോചിച്ചാൽ മാത്രം മതി. ഇത് ഞാൻ ഒരു എക്സ്ട്രാ ആയിട്ട് പറഞ്ഞ ആ ഒരു ടാൻജന്റ് വരയ്ക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് ഞാൻ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞതാ. അതിനെപ്പറ്റി അധികം ആലോചിച്ച് തല ഉണ്ടാക്കണ്ട. അത് നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് വന്നിട്ട് ഇതിനെപ്പറ്റി സമയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ആ ഒരു കോൺസെപ്റ്റ്, ആ ആംഗിൾ, ജസ്റ്റ് ഈ കോൺജുഗേറ്റ് ആംഗിൾസ് എന്ന് പറയുന്ന
കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ ജോമെട്രിയിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇപ്പോൾ തീറ്റ എ കണ്ടുപിടിക്കാം. ടി ബി എ ബൈ 8 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീറ്റ എ കണ്ടുപിടിക്കാം. തീറ്റ സി എ കണ്ടുപിടിക്കാം. എയുടെയും സിയുടെയും ഇടയിലുള്ള ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിന്റെ ഏരിയ, അതാണ് എന്റെ തീറ്റ സി എ. അപ്പൊ ഇപ്പം കുറച്ചും കൂടെ ക്ലിയർ ആയില്ലേ? ആ ടാൻജന്റ് കൺഫ്യൂഷൻ മാറിയില്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക. ഞാൻ സെഷൻ കൊണ്ടുപോകുന്നില്ല. മിസ് ലിങ്ക് ഇട്ടായിരുന്നോ? മിസ് ലിങ്ക് ഹൈഡ്രോളജിയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ബാക്കി നമുക്ക് നാളെ ന്യൂമറിക്കലി ആൻസർ നമുക്ക് നാളെ നോക്കാം. നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ ഒന്നും കൂടെ എടുത്തെഴുതാം. തീറ്റ സി എ ഇസ് ഈക്വൽ ടു തീറ്റ സി മൈനസ് തീറ്റ എ ഇസ് ഈക്വൽ ടു ഏരിയ ബിറ്റ്വീൻ എ ആൻഡ് സി ഇൻ എം ബൈ ഇ ഐ ഡയഗ്രാം. ഏരിയ ബിറ്റ്വീൻ എ ആൻഡ് സി ഇൻ എം ബൈ ഇ ഐ ഡയഗ്രാം. ഇനി തീറ്റ എ എന്ന് പറഞ്ഞാൽ ടി ബി എ ബൈ 8. ഓക്കെ, തീറ്റ എ എന്ന് പറഞ്ഞാൽ ടി ബി എ ബൈ 8. അത് ഈ റൈറ്റ് ട്രയാങ്കിൾ കോൺസെപ്റ്റ് വെച്ചിട്ട് എ ബി ടാൻജന്റ് എ തീറ്റ എ ടി ബി എ. ഓക്കെ, ടി ബി എ കണ്ടുപിടിക്കുമ്പോൾ അറിയാലോ, ടി ബി എ കണ്ടുപിടിക്കുമ്പോൾ എയുടെയും ബിയുടെയും ഇടയിലുള്ള ഏരിയ മാത്രമല്ല, എനെ റെപ്രസെന്റ് ചെയ്ത് ബിനെ റെപ്രസെന്റ് ചെയ്ത് മൊമെന്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. മൊമെന്റ് അല്ല, ലിവർ ആമും കൂടെ അവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അതും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. നമുക്ക് ഫ്രൈഡേ ഇതിന്റെ ബാക്കി ചെയ്യാം. എനിക്ക് ഒന്നും ചിലപ്പോൾ ഫ്രൈഡേ ഫുള്ള് ഈ മെത്തേഡ് തന്നെ പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഓവർ ഹാങ്ങിങ് ബീമിലോട്ടൊന്നും പോയില്ല. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ കൺസിസ്റ്റന്റ് ഡീഫോർമേഷൻ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഞാൻ പഠിപ്പിക്കും. ആ മെത്തേഡ് അടുത്ത പഠിപ്പിക്കാൻ പോകുന്ന മെത്തേഡാണ്, മൊഡ്യൂൾ 2-ലെ ബാക്കിയുള്ളതാണ്. അപ്പൊ ആ മെത്തേഡ് പഠിക്കുമ്പോൾ ഈ നമ്മൾ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുവരെ പഠിച്ച മെത്തേഡ്സ് ഉണ്ടല്ലോ, കാസ്റ്റിഗ്ലിയാനോസ് മെത്തേഡ്, യൂണിറ്റ് ലോഡ് മെത്തേഡ്, ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ്, ഇപ്പൊ പഠിച്ച മൊമെന്റ് ഏരിയ മെത്തേഡ്, ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷമേ ബാക്കി കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മെത്തേഡ് ഓഫ് യുവർ ചോയ്സ് ആണ്. അപ്പൊ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുക കാസ്റ്റിഗ്ലിയാനോ അല്ലെങ്കിൽ യൂണിറ്റ് ലോഡ് മെത്തേഡാണ് അവിടെ അപ്ലൈ ചെയ്യാൻ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നത്. അതായിരിക്കും നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുക. അപ്പൊ അതൊന്ന് നോക്കണം. അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിന് വരുമ്പോഴത്തേക്കും എല്ലാവരും യൂണിറ്റ് ലോഡ് മെത്തേഡ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത്, നമ്മുടെ ട്രസ് അല്ല, ട്രസ് കഴിഞ്ഞു, ഇനി ട്രസ് ഇല്ല, ഫ്രെയിമിന്റെ അല്ലെങ്കിൽ ബീമിന്റെ യൂണിറ്റ് ലോഡ് മെത്തേഡ് ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. യൂണിറ്റ് ലോഡും കാസ്റ്റിഗ്ലിയാനോയും ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു സർ.